അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് സമാഗതമായി. ലോകത്തുള്ള എല്ലാ വിശ്വാസികളും വലിയ സന്തോഷത്തിലാണ്. എല്ലാ വർഷവും റബീഉൽ അവ്വൽ വരുമ്പോൾ നമ്മുടെ നാടും നഗരവും പള്ളികളും വീടുകളൊക്കെ അലങ്കരിച്ചും മുത്തുനബിയുടെ മദ്ഹുകൾ പാടിയും പറഞ്ഞും രചിച്ചും വലിയ ആവേശത്തിലാണ്. എന്നാൽ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മുത്തുനബിയുടെ മൗലിദിനെ വിമർശിക്കാൻ വേണ്ടി പ്രത്യേകം കച്ചകെട്ടി ഇറങ്ങുന്ന ഒരു വിഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അവർ പുതിയ തെളിവുകളുമായി രംഗത്ത് വരും. നബിദിനാഘോഷം ബിദ്അത്താണ്, അത് ഇസ്ലാമിൽപ്പെട്ടതല്ല, അത് പുതിയൊരു ആചാരമാണെന്നൊക്കെ പറയും. ഞാൻ അതിലേക്ക് വരും. അതിന്റെ മുമ്പ് നിങ്ങൾ ഒരാളെ പ്രസംഗം, ഒരു മൗലവിയുടെ പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അത് കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ മൗലവി പറയുന്നതിലുള്ള യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പരിശോധിക്കാം. നിർവചനം ദീനിൽ പുതുതായിട്ട് ഉണ്ടാക്കപ്പെട്ട എന്തിനും ബിദ്അത്ത് എന്ന് പറയും. വഹുവ ലൈസ മിൻഹു, അതാ ദീനിൽപ്പെട്ടതല്ല. ബിഅല്ലാ യകൂന അലൈഹി ദലീലുൻ മിൻ കിതാബില്ലാഹ് വലാ മിൻ സുന്നത്തി റസൂലിഹി ഔ ഖുലഫാഇഹി അർ-റാഷിദീൻ. ആ വിഷയത്തിൽ ഖുർആന്റെ തെളിവില്ലെങ്കിൽ, റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ പിൻബലമില്ലെങ്കിൽ, ഖലീഫമാരുടെ പിൻബലമില്ലെങ്കിൽ അത് ദീനിൽപ്പെട്ടതല്ല, അത് പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ്, അത് ബിദ്അത്താണ്. അതിൽ നിന്ന് മാറി നിൽക്കുവാൻ ബഹുമാനപ്പെട്ട സലഫുസ് സ്വാലിഹുകൾ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്തു. ഇന്ന് റബീഉൽ അവ്വൽ മാസത്തിൽ ജന്മദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെടുന്ന ആളുകൾ മുബ്തദിഉകളാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലം നബിയായി റസൂലായി നന്മകൾ പഠിപ്പിച്ചും തിന്മകൾ വിരോധിച്ചും ജീവിച്ചു. ആ 23 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും റബീഉൽ അവ്വൽ മാസത്തിലോ 12-നോ പ്രത്യേകത കൽപ്പിച്ചില്ല. തിങ്കളാഴ്ചക്ക് പ്രത്യേകത കൽപ്പിച്ചു. എന്ത് ചെയ്തു? നോമ്പെടുത്തു. അത് ചെയ്യൽ സുന്നത്താണ്. തിങ്കളാഴ്ച പ്രത്യേകിച്ചും റബീഉൽ അവ്വൽ മാസത്തിന്റെ 12-ാം തീയതിയെ തിങ്കളാഴ്ചയെ മാത്രമാക്കിയാൽ അതും പ്രശ്നമുള്ളതാണ്. അതിനെ മാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചിട്ടില്ല. ശേഷം വന്ന ഖലീഫമാർ, അതേപോലെ സഹാബാക്കൾ, പിന്നെ താബിഈകൾ, ചുരുക്കി പറഞ്ഞാൽ 300 കൊല്ലക്കാലത്തിൽ ഒരു പരിചയവും ഇസ്ലാമിന് ഈ ഒരു രീതി ഇല്ല. നിങ്ങൾ കേട്ടല്ലോ എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത വിഷയം, മൗലവിയുടെ ആകത്തുകയാണ്. തങ്ങൾ ചെയ്യാത്ത വിഷയം ബിദ്അത്താണ്. ദീനിൽ പുതിയ കാര്യം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വഹാബത്തോ താബിഈങ്ങളോ 3 നൂറ്റാണ്ടിലുള്ള ആളുകൾ ആരും ചെയ്യാത്ത ഒരു വിഷയമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സമ്മതിക്കാം. പക്ഷേ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ചെയ്ത ഒരു വിഷയം അത് ചെയ്യാതിരുന്നാലോ അവനാരാണ്? മൗലിദിന്റെ വിഷയം അവിടെ നിൽക്കട്ടെ. മൗലിദ് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ, നബി തങ്ങൾ ഓതിയിട്ടുണ്ടോ ഇല്ലാത്ത നമുക്ക് പറയാം. പക്ഷെ അതിന്റെ മുമ്പ് മൗലിദ് വർഷത്തിലൊരിക്കൽ നമ്മൾ ചെയ്തൊരു പരിപാടി റബീഉൽ അവ്വൽ ആഘോഷിക്കുന്നത് വർഷത്തിലൊരിക്കലാണ്. എന്നാൽ ഇവിടെ മുത്തുനബിയും സ്വഹാബത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന, ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആഴ്ചയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ചെയ്തതാണോ? നമുക്ക് പരിശോധിക്കാം. എന്താണ് സത്യത്തിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ഈ മൗലവി പറയുന്നതാണോ? ഒരിക്കലുമല്ല. ഫത്ഹുൽ ബാരിയിൽ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഖ്തിദാഉ ബി സുന്നനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ സുന്നത്തുകൾ പിൻപറ്റുക എന്ന അധ്യായം കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അൽ മുഹദ്ദസാത്തുൽ അർബാനി, പുതിയ ആചാരം രണ്ടെണ്ണം. മുഹദ്ദസാത്ത് പുത്തൻ കാര്യങ്ങൾ രണ്ടെണ്ണമുണ്ട്. മാ ഉഹദിഫു യുഖാലിഫു കിതാബൻ ഔ സുന്ന, അല്ലാഹുവിന്റെ ഖുർആനിനോ സുന്നത്തിനോ മുത്തുനബിയുടെ സുന്നത്തിനോ ഔ അസറൻ ഔ ഇജ്മാഇനോ അസറിനോ എതിരാകുന്ന ഒന്നാണ്. ഫഹാദിഹി ബിദ്അത്തുൽ ളലാൽ, ഇത് പിഴച്ച ബിദ്അത്താണ്. വമാ ഉഹദിസ മിനൽ ഖൈരി ലാ യുഖാലിഫു ഷൈഅൻ മിൻ ദാലിക്, ഈ പറയപ്പെട്ട ഖുർആനിനോ മുത്തുനബിയുടെ സുന്നത്തിനോ ഇജ്മാഇനോ അസറിനോ എതിരില്ലാത്ത വിഷയം ഫഹാദിഹി മുഹദ്ദസത്തുൻ ഗൈറു മദ്മൂമ, ഇത് ആക്ഷേപിക്കപ്പെടാൻ പറ്റാത്ത അഥവാ നല്ല ബിദ്അത്താണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഷാഫി ഇമാമിനെ തൊട്ട് ഉദ്ധരിച്ചതായിട്ട് ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം ഉദ്ധരിച്ച വിഷയം ബഹുമാനപ്പെട്ടവർ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത വിഷയങ്ങളെല്ലാം ബിദ്അത്താണ് എന്ന് തള്ളിപ്പറയുകയാണ് മൗലവി ചെയ്തത്. പക്ഷേ പൂർവികരായ ഇമാമിങ്ങൾ പറഞ്ഞു നബി തങ്ങൾ ചെയ്യാത്തതെല്ലാം ബിദ്അത്തല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ജുമഅ നിസ്കരിക്കുന്നവരാണ് പുരുഷന്മാർ. ജുമഅക്ക് എത്ര വാങ്ക് വിളിക്കും? 2 വാങ്ക് കൊടുക്കാറ്. ആരാണ് ഈ വാങ്ക് കൊണ്ടുവന്നത്? ആരുടെ കാലത്താണ് 2 വാങ്ക് നിലവിൽ വന്നത്? സിദ്ദീഖ് തങ്ങളുടെ കാലത്തില്ല, ഉമർ കാലത്തില്ല. 2 വാങ്ക് നിലവിൽ വന്നത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്താണ്. നേരത്തെ മൗലവി പറഞ്ഞു സ്വഹാബത്തിന് പരിചയമില്ലാത്ത ചെയ്യാൻ പാടില്ല, സ്വഹാബത്ത് ചെയ്തതേ ചെയ്യാൻ പാടുള്ളൂ. 2 വാങ്കായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തത്, ഖലീഫയാണ്. അത് ചെയ്യാത്തവരാരാണ്? മുബ്തദിയാണ് മൗലവിയുടെ ഭാഷ പ്രകാരം. മുത്തുനബി ഏത് ഭാഷയിലാണ് ഖുത്ബ ഓതിയത്? അറബിയിലാണ്. സ്വഹാബത്ത് ഓതിയതോ അറബിയിലാണ്. അത് ഓതാത്തവരാരാണ്? മുബ്തദികളാണ് മൗലവിയുടെ ഭാഷയിൽ. അത് വെറും മൗലിദിലേക്ക് മാത്രമല്ല, ഈ വിഷയത്തിലേക്കൊക്കെ ഉണ്ട്. നിങ്ങൾ നോക്ക്, ഖുർആൻ 2 ചട്ടക്കുള്ളിലായിട്ട് ഖുർആൻ ഇന്ന് നമ്മുടെ കയ്യിലുള്ളതുപോലെ ഒരുമിച്ച് കൂട്ടി ഖുർആനുകളൊക്കെ റെഡിയായി അത് ജംഅ ചെയ്ത കാലത്ത് നബി തങ്ങളുടെ കാലത്തുണ്ടോ? തങ്ങളുടെ കാലത്ത് ഖുർആൻ ജംഅ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആ കാര്യം ചെയ്തത്. പിന്നെ ഒന്നും കൂടെ അത് ഉഷാറാക്കി എടുത്തു ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ സ്വഹാബത്ത് ചെയ്ത കാര്യങ്ങൾ ചെയ്യാത്തവർ അവർ മുബ്തദികളാണ്. ഖുർആനിനും ഹദീസിനും എതിരാവാത്ത എന്തും നമുക്ക് ചെയ്യാം എന്നാണ് ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാമിനെ തൊട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഇവിടെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നബിദിനം സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് ആര് പറഞ്ഞു? എന്താ നബിദിനം എന്ന് പറഞ്ഞാൽ? മുത്തുനബിയുടെ മദ്ഹ് തങ്ങളെ കുറിച്ച് പറയലല്ലേ, പാടലല്ലേ, പുകഴ്ത്തലല്ലേ, വെറും റാലി നടത്തൽ മാത്രമല്ല. മുത്തുനബിയെ മദ്ഹ് പറയലാണ് നബിദിനം എന്ന് പറഞ്ഞാൽ. മൗലിദ് ആഘോഷിക്കാന്ന് പറഞ്ഞാൽ തങ്ങളെ മദ്ഹ് പറയലാണ്, പാടലാണ്. തങ്ങളെ മദ്ഹ് പാടിയിട്ടില്ല. മുത്തുനബിയുടെ മുന്നിൽ വെച്ച് കഅബ് റളിയല്ലാഹു അൻഹു പാടിയിട്ടില്ലേ? തങ്ങൾ സമാനമായിട്ട് ഭാരത സ്വഹാബത്ത് പാടിയ കാരണം തങ്ങൾ സമാനമായിട്ട് പുറത്തു കൊടുത്തിട്ടില്ലേ? ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. അപ്പൊ ഖുർആനിനും സുന്നത്തിനും എതിരല്ല. അല്ലാഹു തആല ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഫൽയഫ്റഹു, സൂറത്ത് യൂനുസിൽ അല്ലാഹു തആല പറഞ്ഞു നിങ്ങൾ ആഘോഷിക്കൂ, തങ്ങളെ കൊണ്ട് സന്തോഷിക്കൂ എന്നാ പറഞ്ഞു. എങ്ങനെ സന്തോഷിക്കൽ? ഒരു കുഞ്ഞ് നമുക്ക് ജനിച്ചാൽ ആ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ സന്തോഷിക്കൽ? നമ്മൾ അല്ലാഹു തആല ഒരു കുഞ്ഞിനെ നമുക്ക് നൽകി, ആ കുഞ്ഞിന് നല്ല പേരിടും. ആ കുഞ്ഞ് ജനിച്ച ദിവസം വരുമ്പോൾ നമ്മൾ എല്ലാവരോടും ദ്വാരിപ്പിക്കും, എനിക്ക് എന്റെ കുട്ടി ജനിച്ച മാസമാണ് അല്ലെങ്കിൽ വർഷമാണ്, ഒന്ന് ദ്വാരക്കണം കുട്ടിക്ക് വേണ്ടി. എല്ലാവരും ഒരുമിച്ച് കൂട്ടി മൗലിദ് ഓതി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. എന്തിനാണത്? കേക്ക് മുറിക്കലല്ല, മുത്തുനബിയുടെ മദ്ഹ് പാടുകയാണ്. ആ കുട്ടിയുടെ ജന്മദിനം അങ്ങനെയാണ് ആഘോഷിച്ചത്. എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒരു മൗലിദൊക്കെ ചൊല്ലി ഖുർആനൊക്കെ ഓതി കുട്ടി നന്നാവാൻ വേണ്ടി അത് ചെയ്യുന്നു. അപ്പോൾ നബിദിനം എന്ന് പറഞ്ഞാൽ അത് മുത്തുനബിയുടെ മദ്ഹ് പറയലാണ്, പാടലാണ്. ഇതൊക്കെ പൂർവികർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അവർ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇതൊന്നും എതിരല്ല. അപ്പൊ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ നബിദിനാഘോഷം ബിദ്അത്താണ് എന്ന് പറഞ്ഞ് എല്ലാ വർഷവും ഉണ്ടാക്കിയെടുത്തൊരു മാറ്റർ ഒരു സമൂഹത്തിന് മുന്നിൽ അതിങ്ങനെ വിളമ്പിക്കൊണ്ട് നബിദിനം മുത്തുനബി ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ ഈമാൻ കവർന്നെടുത്ത് അവരെ ബിദ്അത്തിലേക്ക് കൊണ്ടുപോയിടുന്ന ഇത്തരം ആളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുത്തുനബി ചെയ്ത ഖുത്ബ അറബിയിൽ ഓതൽ, സ്വഹാബത്ത് ചെയ്ത 2ാമത്തെ വാങ്ക്, തറാവി
തറാവീഹ് ഒരു ഇമാമിന്റെ കീഴിലായി നിസ്കരിക്കുന്നത്, ഖുർആൻ ജംഉ ചെയ്തത്, ഇതൊക്കെ സ്വഹാബത്ത് ചെയ്തതാണ്, മുത്തുനബി ചെയ്തതാണ്. പക്ഷേ ഇതിലൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. നബിദിനത്തോട് മാത്രം നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്ന ഈ ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നബിദിനത്തിന്റെ തെളിവുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതിലെ അത് വരും ദിവസങ്ങളിൽ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.